ഇന്നലെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ വച്ച് ഒരു പ്രായമായ അച്ഛനെയും അമ്മയെയും കണ്ടു. ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കൽ ഷോപ്പിലുള്ള കടക്കാരന് കൊടുത്തിട്ട് അവർ മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആകെ കൂടെ മരുന്നിന് 1200 രൂപയായി. ആ പിതാവ് കയ്യിലിരുന്ന പേഴ്സിൽ നിന്നും നോട്ടുകൾ എണ്ണി നോക്കി. അതിനുശേഷം കീശയിൽ തപ്പി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും ഒരു 800 രൂപയെ കഴിഞ്ഞിട്ടുള്ളൂ. അമ്മ പതുക്കെ ചോദിക്കുന്നത് കേട്ടു, മരുന്നിന് തികയില്ലേ എന്ന്. അദ്ദേഹത്തിന്റെ മുഖം ആകെ വാടിയിരുന്നു. അദ്ദേഹം ഉടനെ കടക്കാരനോട് പറഞ്ഞു, മോനെ, ഇതില് ഷുഗറിന്റെ മരുന്ന് മാത്രം തരൂ, ബാക്കി പിന്നെ വന്ന് വാങ്ങിച്ചോളാം. അവർ മരുന്ന് വാങ്ങിപ്പോയി. പക്ഷെ ആ ഒരു സംസാരം എന്റെ മനസ്സിൽ വല്ലാതെ ഒരു വേദനയുണ്ടായി. ഞാൻ ആ കടക്കാരനോട് അവരെ കുറിച്ച് ചോദിച്ചു. അവര് സ്ഥിരം മരുന്ന് വാങ്ങാൻ വരുന്നവരാണ്. ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാണ്. 3 മക്കളുണ്ട്, അവരെല്ലാം വിദേശത്താണ്. നല്ല നിലയിൽ മക്കളെയെല്ലാം വിദ്യാഭ്യാസം ചെയ്യിച്ചു, അവരെ കല്യാണം കഴിപ്പിച്ചു. അവരുടെ സമ്പാദ്യം മുഴുവൻ, അവരുടെ ജീവിതം മുഴുവൻ അവർ ഇൻവെസ്റ്റ് ചെയ്തത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് മക്കൾ ഇടയ്ക്ക് അയച്ചു കൊടുക്കുന്ന ആയിരക്കണക്കിന് രൂപയ്ക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. അത് വൈകിയാൽ ചിലപ്പോൾ മരുന്ന് മുടങ്ങും, ചിലപ്പോൾ ഭക്ഷണവും. എല്ലാം മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഇനി ഞങ്ങൾക്ക് കൊടുക്കാൻ സ്നേഹം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന അവരുടെ ആ ചിരിക്കുന്ന മുഖവും അതുപോലെയുള്ള മറ്റു മാതാപിതാക്കളെയും ഞാൻ ഓർത്തുപോകും. യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.